യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. ഈ വീട്ടിലൊരു പാട്ടുകാരിയുണ്ട്. ഹൃദ്യരാഗങ്ങൾക്കൊപ്പം തന്റെ മധുര ശബ്ദം ചേർത്തുവച്ച് മലയാളത്തിന്റെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ഒരു പാട്ടുകാരി. പക്ഷേ ഇന്ന് മറവിയിലാണ് ഈ ഗായിക. ഇത് ഷെറിൻ പീറ്റേഴ്സ്. നിർഭാഗ്യങ്ങളുടെ കൂട്ടുകാരി എന്ന് വിളിക്കാം നമുക്കിവരെ. ഹൃദയം പൊള്ളിക്കുന്ന ഒരു ജീവിത കഥയാണ് ഷെറിൻ പീറ്റേഴ്സിൻ്റേത്. ഒരു പാട്ടുകാരിയുടെ പാട്ടുകൾക്കപ്പുറം കേൾക്കാതെ പോയ പ്രാണസങ്കടങ്ങളുണ്ട് ഇവർക്ക്. കുട്ടിക്കാലത്ത് ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 7 വയസ്സിലാണ് എനിക്ക് പോളിയോ വന്നത്. പോളിയോ വന്നപ്പോൾ പിന്നെ ഡാൻസ് പഠിക്കാൻ പറ്റാണ്ടായിട്ട് ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഈ വെറുതെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പാടുമായിരുന്നു. ഡോക്ടേഴ്സൊക്കെ വന്ന് ചോദിക്കുമ്പോൾ പാടുമായിരുന്നു. അപ്പം ഡാഡിക്കും മമ്മിക്കും തോന്നി എനിക്ക് കുറച്ച് പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് പിന്നെ കുറച്ച് അങ്ങനെ പാട്ട് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം എന്തോ ഒരു കോൺസേർട്ടിന് പോയപ്പോൾ, അമ്പിളിയുടെ കോൺസേർട്ടിന് പോയപ്പോൾ ഇങ്ങനെ ആരെ പഠിപ്പിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ സാമിയാന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി സാമീനെ പോയി കണ്ട് സാമി പറഞ്ഞു ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പാട്ടിലൊരു ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു 8-9 കൊല്ലം സാമി പഠിപ്പിച്ചു. അരങ്ങേറ്റവും ക്ലാസിക്കലിൽ ചെയ്തു. അങ്ങനെയാണ് പാട്ടിൽ ഇൻട്രസ്റ്റ് വന്നത്. രോഗം കാലുകളിൽ നിന്ന് ചിലങ്കയഴിപ്പിക്കുമ്പോൾ ഷെറിന്റെ ഹൃദയം സങ്കടക്കടലായി. ആ കടലിൽ നിന്നാണ് ഷെറിൻ പാട്ടിന്റെ തീരത്തേക്ക് നീന്തി കയറി ചെന്നത്. സ്വരസ്ഥാനങ്ങൾ ഉറപ്പിച്ച് ഒരു പാട്ടുകാരിയാകാനുള്ള പ്രയത്നം അവിടെ ആരംഭിച്ചു. ഈശ്വരാനുഗ്രഹം കിട്ടിയ ഒരു സംഗീതജ്ഞനെ ഗുരുനാഥനായി കിട്ടിയതും ഷെറിന് ഭാഗ്യമായി. ജനിച്ചതും മെഡ്രാസിൽ തന്നെയാണ്, പഠിപ്പും ഒക്കെ മെഡ്രാസിൽ തന്നെയായിരുന്നു. സിനിമയിൽ ആദ്യം സാമി തന്നെയാണ് അഷ്ടമുടി കായലിൽ മേടമാസ കുളിരിൽ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ സാമിയുടെ പാട്ട് തന്നെയാണ് ആദ്യം പാടിയത്. മേടമാസ കുളിരിലാരെ നീ മാടി വിളിക്കും നീ ഓളങ്ങളായി. വിധിക്ക് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഒരു പെൺകുട്ടിയുടെ വിജയത്തിന്റെ കഥയാണ് ഷെറിൻ. രോഗം ചക്രക്കസേരയിലിരുത്തിയ ഒരിടത്തു നിന്ന് പാട്ടിന്റെ സ്വരവഴികളിലൂടെ പിന്നീടവർ എത്രയോ ദൂരം സഞ്ചരിച്ചു. സംഗീത വഴിയിൽ മാർഗം തെളിയിച്ച ഗുരു തന്നെയാണ് സിനിമയിൽ പാടാൻ ആദ്യ അവസരം ഒരുക്കിക്കൊടുത്തതും. പിന്നീട് എത്രയോ പാട്ടുകൾ ഈ ഗായികയിൽ നിന്ന് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് പാടി നിറഞ്ഞു. ഈ വിഷു പക്ഷി തൻ വിരഹഗാനമോ തീരത്തിൻ മാറിയതിൽ അലിഞ്ഞു. മേടമാസ കുളിരിലാരെ നീ മാടി വിളിക്കുന്നീ ഓളങ്ങളായി. അങ്ങനെ പിന്നെ പിന്നെ കടമുറ്റത്തച്ഛൻ ലേറ്റി ഉമ്മർ സാറിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടി. നിത്യസഹായ മാതാവേ ലോകമാതാവേ നിത്യസഹായ മാതാവേ ലോകമാതാവേ നിത്യ ദുഃഖങ്ങൾ തൻ കാൽ വഴി കുന്നിൽ നീ ശോഷന്ന പൂക്കൾ വിട
വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ. തരംഗം എന്ന് പറഞ്ഞ സിനിമയിൽ KG ജോയ് സാറിൻ്റെ മ്യൂസിക്കിലൊരു പാട്ട് പാടി. പിന്നെ സ്വപ്നലോകം എന്ന് പറഞ്ഞ സിനിമയിൽ ജെറി അമൽദേവ് സാറിൻ്റെ മ്യൂസിക്കിലൊരു ജയചന്ദ്രൻ സാറായിട്ടൊരു മ്യൂസിക് പാടി, ഒരു പാട്ട് പാടി. പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ കുറേ HMVയുടെ ആൽബംസിലും പിന്നെ ഡിവോഷണൽ സോങ്സും പിന്നെ കോൺസേർട്സും ഒക്കെ പാടിയിരുന്നു. വീട്ടിലെല്ലാവരും അങ്കിൾസും ഒക്കെ ഈ സിനിമ പാട്ടിനോട് വലിയ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നിറയെ റെക്കോർഡ്സൊക്കെ മേടിക്കും. അപ്പം അതിങ്ങനെ കേട്ട് ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിലും ആയിരുന്നല്ലോ, അപ്പോൾ ഒക്കെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. സ്കൂളിലും ഞാൻ ഈ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വന്നത് ഈ അസുഖം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോവാണ്ട് അവർ ടീച്ചറിൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ വീട്ടിലെ ക്ലാസ് എടുത്ത് അങ്ങനെ പരീക്ഷ എഴുതുമായിരുന്നു 8th സ്റ്റാൻഡേർഡ് വരെ. 8th സ്റ്റാൻഡേർഡിൽ പിന്നെ വിദ്യോദയ പോയത്. അതുവരെ ചേർച്ച് പാർക്ക് എന്ന് പറഞ്ഞൊരു കോൺവെൻറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേട്ട് പാടുമായിരുന്നു ഞാൻ ഈ പാട്ടുകളൊക്കെ കുറച്ച് ഇങ്ങനെ എല്ലാം. അപ്പോൾ ഈ വെല്ലൂർ ട്രീറ്റ്മെൻറ്റ് വെല്ലൂർ പോയപ്പോഴും ഡോക്ടേഴ്സൊക്കെ വന്ന് പാടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഈ പാട്ടിലൊരു ഇൻട്രസ്റ്റ് വന്നത്. വീട്ടിലങ്ങനെ ആരും വേറെ പാടണവരൊന്നും ഇല്ല. അങ്ങനെ ആരും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലാണ്ട് ആരും പാടണ വലിയ ഒന്നുമില്ല. മമ്മീൻ്റെ ആയിരിക്കുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ദൈവം കാട്ടിക്കൊടുത്ത സംഗീതത്തിന്റെ വഴിയിലാണ് ഷെറിൻ ജീവിതം അന്വേഷിച്ചത്. ഊർജ്ജസ്വലമായ ശബ്ദമുണ്ടായിരുന്നിട്ടും പാടിയ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടും മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായില്ല. പേരുണ്ടായിരുന്നിട്ടും അതിനൊപ്പം പ്രശസ്തി നേടാനാകാതെ പോയി. അനാരോഗ്യം തടസ്സം നിന്നതുകൊണ്ട് അവസരം അന്വേഷിച്ച് നടക്കാൻ കഴിയാതെ പോയതും ഈ കലാകാരിയുടെ വളർച്ച മുരടിപ്പിക്കുകയായിരുന്നു. സ്വാമി പഠിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ അതുവരെ പിന്നെ പഠിത്തവും പിന്നെ കോളേജും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയ പാട്ടിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് അങ്ങനെ പ്രോഗ്രാംസിനും ആദ്യം തന്നെ അരങ്ങേറ്റം ചെയ്തു. സ്വാമി എന്നെ ഇതെടുത്ത് പിന്നെ ദാസേട്ടനായിട്ടൊരു ഇത് വെച്ചു. ഒരു സദേൺ ചാരിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇവിടെ യൂണിവേഴ്സിറ്റി സെൻറ്റിനറി ഓഡിറ്റോറിയത്തിൽ ഞാനും ദാസേട്ടനായിട്ടൊരു വലിയ കോൺസേർട്ട് സ്വാമി എന്നെ ഒക്കെ ഓർഗനൈസ് എന്ന് വെച്ചാൽ എല്ലാം അന്ന് RK ശേഖർ സാറിൻ്റെ ഓർക്കസ്ട്രയായിരുന്നു. അപ്പം അങ്ങനെ പകുതി ക്ലാസിക്കലും പകുതി ലൈറ്റുമായിട്ട് പാടി. ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി ഓഡിഷൻ കൊടുത്തു. അപ്പോൾ അവിടെ ബി ഹൈ ആർട്ടിസ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. അന്നൊക്കെ ദൂരദർശനിലും പോയിട്ട് നിറയെ പാട്ടൊക്കെ പാടുമായിരുന്നു. ഉന്നൈ തുതിക്ക അരുൾ താ ഉന്നൈ തുതിക്ക അരുൾ താ. പാട്ടുകാരിയുടെ തിളക്കം ഒരു ചെറിയ കാലം മാത്രമായിരുന്നു. സിനിമാ പാട്ടുകാരിയായും സ്റ്റേജ് ഷോകളിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ഗായികയായും മിന്നിത്തെളിഞ്ഞു നിന്ന ഷെറിൻ പിന്നീട് അവഗണിക്കപ്പെടുകയായിരുന്നു. പുറം ലോകത്തെ പ്രകാശവൃത്തങ്ങൾ നഷ്ടമായപ്പോൾ വീട്ടിലെ ഇത്തിരി വട്ടത്തിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടുകയായിരുന്നു ഈ കലാകാരി. നിറയെ കോൺസേർട്സ് ഒക്കെ കിട്ടിയിരുന്നു. കേരളയിലെ എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട്. പിന്നെ ദുബായിൽ 95 ദുബായിൽ പോയി. ഞാൻ ജോളി എബ്രഹാമിൻ്റെ ഇതിലാണ് ബ്രഹ്മാനന്ദൻ സാറ് പിന്നെ സുചിത്ര പിന്നെ അങ്ങനെ ഒരു സ്റ്റാർ നൈറ്റ് മാതിരി പിന്നെ വേറെ 2-3 സിംഗേഴ്സ് ഒക്കെ ആയിട്ട് ദുബായിൽ പോയിട്ട് പാടിയിട്ടുണ്ട് 95. അത് കഴിയുമ്പോൾ എല്ലാം കേരളയിൽ ബാംഗ്ലൂർ ഞാൻ 2-3 പള്ളിക്കൊക്കെ വേണ്ടി ചൗഡയ്യ ഹാളിൽ കോൺസേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊക്കെ കുറച്ച് തിരക്കായി നന്നായിട്ട് നിറയെ സ്ഥലത്ത് പാടുമായിരുന്നു. CAC ഓർക്കസ്ട്രയായിട്ട് എറണാകുളത്ത് CAC ഇല്ലേ ആയിട്ട് പാടുമായിരുന്നു. പിന്നെ ഞാൻ ഈ 83 ബാംഗ്ലൂർ ട്രീറ്റ്മെൻറ്റിന് പോയി. എല്ലാം കൂടി ഒരു 25-30 പാട്ട് പാടിയിട്ടുണ്ടാവും.
ദൂരത്ത് ഇടിമുഴക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സലീൽ ചൗധരി സാറിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട്. ഒരു 3 പേര് കൂടി പാടുന്നതാണ്. പിന്നെ കതിർ മണ്ഡപത്തിൽ ഞാനും അമ്പിളിയും കൂടി ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. കഥ അറിയാതെ എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ തരംഗം എന്ന് പറഞ്ഞ സിനിമയിൽ KJ ജോയ് സാറിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട്. കടമുറ്റത്തച്ഛനിൽ A.T. ഉമ്മർ സാറിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകളിൽ പാടിയിട്ടുണ്ട്. പിന്നെ കുറേ HMB LPs ഡിവോഷണൽ LPs പാടിയിട്ടുണ്ട്. താരണിപ്പൂങ്കൾ കാത്തു സൂക്ഷിച്ച തടാകം, ഭൂമിയാം കന്യകമാറിലണിഞ്ഞൊരു പൊൻപതക്കം, താരണിപ്പൂങ്കൾ കാത്തു സൂക്ഷിച്ച തടാകം, ഭൂമിയാം കന്യകമാറിലണിഞ്ഞൊരു പൊൻപതക്കം, താരണിപ്പൂങ്കൾ കാത്തു സൂക്ഷിച്ച തടാകം. ഇപ്പോഴത്തെ മാതിരി അല്ലല്ലോ അന്നത്തെ കാലം. ഇപ്പം എല്ലാ ന്യൂ ടാലൻസിനും ഒക്കെ ഒരുപാട് എക്സ്പോഷറും എല്ലാം ഉണ്ടല്ലോ. അന്നൊന്നും പിന്നെ ഇപ്പം നമുക്ക് പുറത്തൊക്കെ വിളിക്കാൻ തന്നെ ആളുകൾക്ക് ഒരു മടിയാണ്. ഇപ്പോഴത്തെ മാതിരി സൗകര്യങ്ങളില്ല. അപ്പോൾ ഈ വീൽ ചെയറും ഒക്കെ ഒരു ഹാൻഡിക്യാപ്പ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രശ്നമല്ലേ. അന്നൊക്കെ അത്രയും ഒരു ബ്രോഡ് മൈൻഡഡും ആയിരുന്നില്ല ആൾക്കാരൊന്നും. അത്രയും ഇങ്ങനെ മീഡിയ ഒന്നും ഇല്ലല്ലോ അത്രയും എൻകറേജ് ചെയ്യാൻ. ഡാഡിയും മമ്മി എൻകറേജ് ചെയ്തിരുന്നു ഒരുപാട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഹാൻഡിക്യാപ്പും ഒത്തിരി ഒരു പ്രശ്നമായിരുന്നു. എല്ലാവരെയും പോയി മീറ്റ് ചെയ്യാനോ അങ്ങനെ പിന്നെ ഒന്നിനും. ഡാഡി ഉള്ളപ്പോൾ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു. അപ്പം പക്ഷെ അത്രയും അങ്ങനെ ആ സമയത്തും എനിക്ക് തോന്നുന്നത് അത്രയും പോപ്പുലർ ആവാനുള്ള ഒരു ചാൻസും കുറവായിരുന്നു. ലൈക്ക് ഒരുപാട് ആളുകളുടെ മത്സരവേദിയായ സിനിമയിൽ കഴിവും ഭാഗ്യവും സമാസമം ചേർന്നു വന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. കഴിവുണ്ടായിട്ടും ഭാഗ്യക്കേടുകൊണ്ട് മാത്രം പിന്തള്ളപ്പെട്ടു പോയതാണ് ഷെറിൻ എന്ന പാട്ടുകാരി. ഇടിച്ചു കയറി കൂടുതൽ അവസരങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് തന്റെ പ്രാപ്തിക്കുറവ് വിഘാതമായി നിൽക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ വിധിയോട് ചിലപ്പോൾ ഒക്കെ ഒരു ഡിപ്രഷൻ വരാറുണ്ട്, ഇങ്ങനെ ആയില്ലോ എന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഡെസ്റ്റിനി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അത്രയ്ക്ക് അങ്ങനെ സിമ്പത്തി എന്ന് പറയാനായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര 83 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൊല്ലം മുമ്പല്ലേ. അപ്പം ആളുകൾക്കും അത്ര എനിക്ക് തോന്നുന്നു അത്രയും ഒരു ബ്രോഡ് മൈൻഡഡ് ആയിരുന്നില്ല ആൾക്കാരും. സംഗീത ലോകത്ത് തിരിച്ചറിയപ്പെട്ടു വരുന്ന കാലത്ത് രോഗപീഠകളാലുള്ള വേദനകളും ഒപ്പമുണ്ടായിരുന്നു. ചികിത്സകൾക്കായി പ്രൊഫഷൻ വിട്ട് 3 വർഷത്തോളം മാറി നിൽക്കേണ്ടി വന്നു. ഈ ഇടവേള ഷെറിൻ എന്ന പാട്ടുകാരിയെ മറവിയിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. ഷെറിൻ്റെതായ പാട്ടുകൾ പഴങ്കഥകളാവുകയും ചെയ്തു. അതാ ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ ബാംഗ്ലൂർ ട്രീറ്റ്മെൻറ്റിന് പോയി 3 കൊല്ലം 82-ലാണ് പോയത്. അപ്പോൾ ഒരു 3-4 കൊല്ലം ബാംഗ്ലൂർ ഇങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒക്കെ വൈൻഡപ്പ് ചെയ്ത് അവിടെ വീടെടുത്ത് വാടകയ്ക്കൊരു വീടെടുത്ത് അവിടെ പോയി താമസിച്ച് അങ്ങനെ ട്രീറ്റ്മെൻറ്റിനുമായിട്ട് പോവുമായിരുന്നു. ഒരു മിലിറ്ററി ജവാനായിരുന്നു, ഒരു ഹവൽദാറാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു മിലിറ്ററി മൈതാനത്ത് തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഈവൻ ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഷെയ്ഖിൻ്റെ ഒരു റിലേറ്റീവ് ഒരു പെൺകുട്ടി ഒക്കെ വരുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെ മൈതാനം ഫുൾ ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെ അതിനായിട്ട് പോയി താമസിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എക്സസൈസും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഡാഡി മരിച്ചു 83-ൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് 84-85 തിരിച്ച് വന്നത്. അപ്പോൾ പിന്നെ ഒരു ലോങ് ഗ്യാപ്പായിപ്പോൾ അങ്ങനെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടുള്ള കോണ്ടാക്റ്റും സിനിമ ഫീൽഡായിട്ടുള്ള കോണ്ടാക്റ്റും ഒക്കെ കുറച്ച് അങ്ങോട്ട് വിട്ടു. പിന്നെ മമ്മിക്കും അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊരു വിഷമമായിരുന്നു. ഇങ്ങനെ വിളിച്ച് നമ്മളും എപ്പോഴും കോണ്ടാക്ട് ചെയ്ത് അവർ നമ്മളെ മറന്നു പോവില്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിട്ടു. പക്ഷെ ഇവിടെ ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും ഒക്കെ പാടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഗ്രാജുവലായിട്ട് അങ്ങനെ നമ്മളും ഇങ്ങനെ ഒരു പിന്നാക്കം. ഞാനും അത്രയും അങ്ങനെ ഒരു
പുഷുള്ള ടൈപ്പൊന്നല്ല, കുറച്ചിങ്ങനെ പിന്നിലേക്ക് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പം അങ്ങനെ നിത്യസഹായ മാതാവേ ലോകമാതാവേ. ഈശ്വര വരദാനം പോലെ കിട്ടിയ ശബ്ദം ഒരുപാട് ഉപയോഗിക്കാനാകാതെ പോയ കടുത്ത നിരാശയിലും ഷെറിൻ ആശ്വാസം കണ്ടെത്തുന്നത് തൻ്റെ തന്നെ പഴയ പാട്ടുകളിലാണ്. പ്രാർത്ഥനാഭരിതമാണ് ഇപ്പോഴും ഈ ഗായികയുടെ മനസ്സ്. വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ. എല്ലാവരും ചോദിക്കും, അത് എല്ലാവരും അയ്യോ ഷെറിനിപ്പോ പാടണില്ലേ, റിലേറ്റീവ്സും ഫ്രണ്ട്സും എന്തിനാ അതൊക്കെ നിർത്തി, എന്തിനാ അങ്ങനെ പാടാണ്ടായത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ അങ്ങനെ വിട്ടു അത്. പിന്നെ എൻ്റെ ആൺട്ടാണ് എന്നെ എല്ലാത്തിനും കൊണ്ടുപോയിരുന്ന, എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ കൂടെ വരണമൊക്കെ. പിന്നെ ആൺട്ടിനും വയസ്സായി, ഒരു ഫ്രാക്ചർ ഉണ്ടായി അപ്പം 3 കൊല്ലം മുമ്പ്. അപ്പോൾ ആൺട്ടിനും ഹെൽപ്പ് വേണം, എനിക്കും ഹെൽപ്പ് വേണം. പിന്നെ കൂടെ വരാൻ അങ്ങനെ ആരും ഇല്ല. സിനിമാ ലോകം പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ഷെറിൻ ആത്മാവിഷ്കാരത്തിന് തിരഞ്ഞെടുത്തതാണ് ചിത്രരചന. നിറം കെട്ടുപോയ തൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥം തേടും പോലെ വർണ്ണങ്ങൾ ചാലിച്ച് ഇവർ വരച്ചെടുക്കുകയാണ് ഓരോ ചിത്രവും. വരകളുടെ ലോകത്തേക്ക് വഴിമാറി പോകുമ്പോഴും ചുണ്ടുകളിൽ പാട്ടിന്റെ ഈണം മുറിഞ്ഞിട്ടില്ല. പകല് സമയം ഞാൻ കുറച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് പെയിൻറ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച്. അത് പിന്നെ വീട് മാനേജ് ചെയ്യണതന്നെ എനിക്കിപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിട്ടാണ് തോന്നണേ. എന്നുവെച്ചാൽ ഫുൾ ടൈം ഒരു ജോബാണ്. ആൻറ്റിക്കും അത്രയും വയ്യാത്തതുകൊണ്ട് ഒരു വീട് മാനേജ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കഷ്ടമാണല്ലോ. ഭയങ്കര ചില സമയത്ത് ഒരു ഭയങ്കര ടെൻഷൻ അങ്ങോട്ട് വരും. അപ്പം അതുകൊണ്ടൊക്കെ വേറെ ഒന്നിനും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും സമയമില്ല. ഇത് തന്നെ ഒരു ഫുൾ ടൈം ജോബാന്ന് തോന്നുക. പാടി മതിയായിട്ടില്ല ഈ പാട്ടുകാരിക്ക്. കഴിവുണ്ടായിട്ടും സിനിമാ ലോകത്ത് അർഹമായ ഇടം നേടാനായില്ല. പുതിയ കാലത്ത് സിനിമയിൽ പുതുസ്വരങ്ങൾ നിറയുമ്പോൾ ഇന്നലത്തെ പാട്ടുകാരിക്ക് നഷ്ടസ്വപ്നങ്ങളിൽ ജീവിക്കാനാണ് വിധി. ഇനിയൊരു ജന്മം ഉണ്ടാകുമെങ്കിൽ അന്നും പാട്ടുകാരിയായി ജീവിക്കാനാണ് ഷെറിന് മോഹം. പുതുജന്മത്തിൽ ഒരുപാട് പാട്ടുകൾ പാടണമെന്നതും മോഹം തന്നെ. പാടണം എന്നുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, താല്പര്യം. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാനും കോണ്ടാക്ട് ചെയ്യാനും. ഇപ്പം പിന്നെ എത്ര ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡാണല്ലോ ഇപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ. എന്തൊരു നിറയെ യങ്സ്റ്റേഴ്സ്, യങ് ടാലൻസ് നിറയെ വരുന്നു. അപ്പം പിന്നെ നമ്മളൊക്കെ വളരെ പഴയതായി പോയില്ലേ. അപ്പം പിന്നെ അതിലങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് പിന്നെ നമുക്കറിയണം അങ്ങനത്തെ ആരും ഇല്ല. മ്യൂസിക് ഡയറക്ടേഴ്സും ആരും ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ഞാനും ആണ്ടുമാണ്. നല്ലൊരു കുടുംബജീവിതം ഷെറിന് മോഹിച്ചിരുന്നു. തന്റെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് കൈപിടിക്കാനെത്തുന്ന പുരുഷനായി പ്രതീക്ഷാഭരിതമായ കാത്തിരിപ്പിലായിരുന്നു ഷെറിൻ. വിവാഹമെന്നത് സഫലമാകാതെ പോയ ഒരു സ്വപ്നം മാത്രമാണ് ഇവർക്ക്. എങ്കിലും ഈ വീട്ടിൽ ഷെറിൻ ഏകയല്ല, ഒറ്റപ്പെട്ടുപോയ ഒരാളുമല്ല. എനിക്ക് പിന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും, ഞാൻ ഒറ്റ മോളാണ്, ആരുമില്ല. ഇതെൻ്റെ ആൻറ്റിയാണ്, മമ്മിയുടെ സിസ്റ്ററാണ്. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ആൻറ്റിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തേക്കും പ്രോഗ്രാമിന് പോകുമ്പോഴും എല്ലാത്തിനും ഒരു സപ്പോർട്ട് ആൻറ്റിയായിരുന്നു. പിന്നെ ഇതെൻ്റെ കസിൻ അങ്കിളുടെ മകളാണ്. ഇത് പൊന്നമ്മ, ഇത് കാർത്തിയുടെ വൈഫ് സരിത. ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ. വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും അസിസ്റ്റ് ചെയ്യണത് അവരാണ്. വളരെ സിൻസിയറായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ്. ഷെറിനെ മറക്കാനാവുമോ നമുക്ക്? ഇനിയും പാടാൻ
ഇവർ മോഹിക്കുമ്പോൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? ഈ കാലം സംഗീതവേദിയിലേക്ക് മടക്കി വിളിക്കുമോ ഷെറിനെ? മലയാള സിനിമയിൽ ഇനിയും അവസരമുണ്ടാകുമോ ഈ പാട്ടുകാരിക്ക്? അങ്ങനെയുണ്ടായാൽ അത് ഈ കലാകാരിയുടെ മാത്രം ഭാഗ്യമാകില്ല. ഷെറിന്റെ പാട്ടുകൾ ഇനിയും കേൾക്കാൻ കാത്തിരിക്കുന്നവരുടെയും ഭാഗ്യമാകുമത്. പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം.